ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് തുടരുകയാണ്. 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. രാജസ്ഥാനിലെ 12 മണ്ഡലങ്ങളിലും മധ്യപ്രദേശിലെ 6 മണ്ഡലങ്ങളിലും അസമിലെ 5 മണ്ഡലങ്ങളിലും ബീഹാറിൽ 4 മണ്ഡലത്തിലും ആണ് വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ 8 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. മാഹിയിലും വോട്ടെടുപ്പ് തുടരുകയാണ്. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, വോട്ടിംഗ് പ്രക്രിയ, അതാണിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ആദ്യ മണിക്കൂറുകളിൽ വോട്ടിംഗ് എങ്ങനെയാണ്? അഭിലാഷ്, രാജ്യം വിധിയെഴുത്ത് ആരംഭിച്ചിരിക്കുകയാണ്. കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. 102 മണ്ഡലങ്ങൾ, 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിലെ ജനങ്ങളാണ് വിധി എഴുതുന്നത്. ഇന്ന് വിവിധ സംസ്ഥാനങ്ങൾ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന് വിധിയെഴുത്ത് നടക്കുകയാണ്. വിവിധ മണ്ഡലങ്ങളിലായി ഒറ്റഘട്ടമായിട്ടാണ് തമിഴ്നാട്ടിൽ പോളിംഗ് നടക്കുന്നത്. മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമാധാനമായി തന്നെയാണ് ഇതുവരെയും പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായിട്ടാണ് പോളിംഗ് നടക്കുന്നത്. വിവിധ പ്രമുഖ നേതാക്കളും അതുപോലെ തന്നെ താരങ്ങളും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. രാവിലെ തന്നെ മുഖ്യമന്ത്രി സ്റ്റാലിൻ, എടപ്പാടി പളനിസ്വാമി, രജനീകാന്ത്, നടി ഖുഷ്ബു ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് തമിഴ്നാട്ടിൽ BJP ഉള്ളത്. ഇത്തവണ തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ ലഭിക്കുന്ന ഓരോ സീറ്റും ബോണസായി തന്നെ കരുതാൻ കഴിയും എന്നാണ് BJP പ്രതീക്ഷ പുലർത്തുന്നത്. കഴിഞ്ഞ 2019 ഒരു തെരഞ്ഞെടുപ്പ് വിജയം ആവർത്തിക്കാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷ DMK ഉന്നയിക്കുന്നു. ഒപ്പം NDAയിൽ നിന്ന് മാറിയതിനു ശേഷം AIADMKയ്ക്കും ഇത്തവണ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഏതായാലും സമാധാനപരമായി തന്നെ ആദ്യഘട്ടത്തെ തീർച്ചയായും സുവി സൂചിപ്പിക്കുന്നത് പോലെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് തമിഴ്നാട് തന്നെയാണ്. പ്രേക്ഷകർക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ, അതായത് ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഏറ്റവും ആധികാരികമായ ഡേറ്റ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിച്ചിട്ടുള്ളത് ന്യൂസ് 18 തന്നെയാണ്. അതിന് കാരണം ഞങ്ങളുടെ രാജ്യവ്യാപകമായിട്ടുള്ള നെറ്റ്വർക്ക് തന്നെയാണ്. ഞങ്ങൾക്ക് ഓരോ സംസ്ഥാനങ്ങളിലും കൃത്യമായ തെരഞ്ഞെടുപ്പ് ഡേറ്റകൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കും. ആ ഡേറ്റകളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള മാജിക് വാൾ ആണ് ഞങ്ങൾ പ്രേക്ഷകരെ ഇതിനു മുമ്പ് തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതിലേക്ക് തന്നെയാണ് വീണ്ടും വരേണ്ടത്. ഇപ്പോൾ സുവി സൂചിപ്പിച്ചതുപോലെ 102 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എങ്കിൽ എടുത്തു പറയേണ്ടത് ഇപ്പോൾ 2019 ചിത്രം എന്തായിരുന്നു എന്ന് പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചിരുന്നത് 303 സീറ്റുകൾ ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകളേക്കാൾ ബഹുദൂരം മുന്നിൽ പോയിക്കൊണ്ട് 2019 സീറ്റ് നില 303 എന്ന നിലയിലേക്ക് ഉയർത്താൻ സാധിച്ചു. ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ എന്നത് 102 മണ്ഡലങ്ങൾ ആണ്. അതാകട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ നേട്ടങ്ങൾ കൊയ്യാനാകാത്ത തെരഞ്ഞെടുപ്പാണ്. അതായത് പൊതുവെ 2019 ചിത്രം പരിശോധിക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്നായിരുന്നു BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ കാര്യമായ നേട്ടമുണ്ടാക്കിയത്. ആ പട്ടികയാണ് ഇവിടെ പ്രേക്ഷകർ കാണുന്നത്. 52 സീറ്റുകൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 52 സീറ്റുകൾ നേടാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു. ഇത് 543, അതായത് ആകെ ഉള്ള കണക്കുകൾ ആണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് DMKയുടെ 24 സീറ്റുകൾ എന്നതാണ്. കാരണം ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആദ്യഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം എന്നത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ ആണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകൾ ഉള്ളത്. ആ ലോക്സഭാ സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ ഇന്ന് പൂർണ്ണമായും വോട്ടെടുപ്പ് നടക്കുന്നു. അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പ്രക്രിയ പൂർത്തിയാവുകയാണ് തമിഴ്നാട്ടിൽ. ആ തമിഴ്നാട്ടിൽ 2019 നേടിയത് 24 സീറ്റുകൾ ആയിരുന്നു DMKയെ സംബന്ധിച്ചിടത്തോളം. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഡേറ്റകൾ പങ്കുവെക്കുമ്പോൾ 2024 ഒന്നാം ഘട്ട
പോളിംഗ് ആണ്, ഒന്നാം ഘട്ട ജനവിധിയാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വീണ്ടും മാജിക് ബോളിലേക്ക് പോകുമ്പോൾ അതിൽ ഈ ഒന്നാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഡേറ്റകളിൽ ആണ് വളരെ പെട്ടെന്ന് പോകേണ്ടത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തെയും കണക്കുകൾ ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ ഒന്നാം ഘട്ടം നടക്കുന്നു, അതായത് ഫേസ് 1 ഏപ്രിൽ 19 ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ആണ്, ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആണ് എന്നതാണ് അടുത്തതായി പ്രേക്ഷകരെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതായത് 543 ലോക്സഭാ സീറ്റുകൾ ഉള്ള ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് 102 മണ്ഡലങ്ങളിലേക്ക് ആണ് എന്നുള്ളതാണ്. ആ 102 മണ്ഡലങ്ങളിലേക്ക് ഇപ്പോൾ ജനവിധി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പോളിംഗ് പ്രക്രിയ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ പറ്റാതിരുന്ന സംസ്ഥാനങ്ങളിൽ ആണ് ഒന്നാം ഘട്ട ജനവിധി നടക്കുന്നത് എന്നത് നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആ ഡേറ്റകളിലേക്കാണ് ഇനി പ്രേക്ഷകരുടെ ശ്രദ്ധ മാജിക് ബോൾ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ടം നടന്ന 102 മണ്ഡലങ്ങളിൽ 39 സീറ്റുകളിൽ ആയിരുന്നു BJPക്ക് വിജയിക്കാൻ സാധിച്ചത്. 102 സീറ്റുകളിൽ കേവലം 39 സീറ്റുകളിൽ മാത്രം വിജയിക്കുമ്പോൾ BJPയുടെ വോട്ടിംഗ് ശതമാനം 28.7 ആയിരുന്നു. എടുത്തു പറയേണ്ടത്, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ വോട്ടിംഗ് പ്രക്രിയ, അതായത് BJPക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത പ്രദേശത്ത് ആദ്യം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് BJPക്ക് ഗുണകരമാകുമെന്ന് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നുണ്ട്. കാരണം ഈ പഞ്ച്, അതായത് തുടക്കത്തിലെ പഞ്ച് നിലനിർത്താൻ സാധിച്ചാൽ ആ പഞ്ചിനെ മുൻകൂട്ടി കാണിച്ചുകൊണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പ്, അതായത് BJPക്ക് കൂടുതൽ സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ വോട്ട് നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് പൊതുവെ വിമർശനം നിലനിൽക്കുമ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുക, 28% മാത്രം വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ച 102 മണ്ഡലങ്ങളിലേക്കാണ് ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് തമിഴ്നാട് പ്രധാനപ്പെട്ടതായി മാറുന്നത്. തമിഴ്നാട്ടിൽ DMK 24 സീറ്റുകളിൽ ആണ് കഴിഞ്ഞ തവണ മുന്നിട്ട് നിന്നത്. ഈ 102 സീറ്റുകളിൽ മാത്രവുമല്ല കോൺഗ്രസിന് 16 സീറ്റുകൾ കൂടി നേടാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ DMKയും കോൺഗ്രസുമെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്നുള്ളതാണ്. അതായത് ഇവർ ഒരുമിച്ച് മത്സരിക്കുന്നു. 13% വോട്ട് നേടിയ DMKയും 21% നേടിയ കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്നത് ഇതാണ്. അതായത് 23-ഉം 13-ഉം 34% വോട്ട് കഴിഞ്ഞ തവണ തന്നെ ഈ മുന്നണികൾക്ക് ലഭിച്ചതാണ്. അപ്പോൾ അവർ ഒരുമിച്ച് മത്സരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രദേശങ്ങളിലെ പ്രത്യേകത. അതോടൊപ്പം തന്നെ കേരളം ആണ് CPIM-നെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും CPI-ക്കും CPIM-നും 2 സീറ്റുകൾ കൂടി ലഭിച്ചിരുന്ന മണ്ഡലങ്ങളിൽ കൂടിയാണ് ഇന്ന് വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കണക്കാണ് പ്രേക്ഷകരെ ഏറ്റവും ശ്രദ്ധേയമായി കാണിക്കാനുള്ളത്. അതായത് BJPക്ക് വലിയ സ്വാധീനമില്ലാത്ത, എന്നാൽ ഇന്ത്യ മുന്നണിക്ക് ശക്തമായ സാന്നിധ്യം ഉള്ള പ്രദേശങ്ങളിൽ അടക്കം വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഒപ്പം ഞാൻ ഈ ഗ്രാഫിലേക്ക് കൂടി ശ്രദ്ധ കൊണ്ടുപോകുമ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന 17 സംസ്ഥാനങ്ങൾ, അതിൽ തന്നെ തമിഴ്നാട് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് പൂർത്തീകരിക്കുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലേക്കും വോട്ടെടുപ്പ് ഒറ്റഘട്ടമായാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പ്രദേശങ്ങൾ കൂടി സൂചിപ്പിക്കുമ്പോൾ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് മാത്രമാണ് എന്നതും എടുത്തു പറയേണ്ടതാണ്. തമിഴ്നാട് മാത്രമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനം എന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് അടക്കം പോകുമ്പോൾ അതോടൊപ്പം തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഈ ഗ്രാഫിൽ കാണാൻ സാധിക്കും. ഈ ചിത്രം, അതായത് ഈ കളറുകൾ നോക്കി പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ഈ കാവി നിറത്തിൽ കാണുന്നത് BJPക്ക് മുൻതൂക്കം ലഭിച്ചതാണ്. ഇവിടെ മഞ്ഞ നിറത്തിൽ കാണുന്നത് DMKക്ക് ലഭിച്ചതാണ്. അത്തരത്തിൽ കൃത്യമായി ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൂടിയാണ് പ്രേക്ഷകർക്ക് ഈ ഗ്രാഫിലൂടെ, ഇന്ത്യയുടെ ഈ ഭൂപടത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. 102 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഓരോ പ്രദേശങ്ങളെയുമാണ് ഈ ഗ്രാഫിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിൽ അരുണാചൽ പ്രദേശിലേക്ക് നടക്കുന്ന 2 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അസമിലേക്ക് നടക്കുന്ന 5 സീറ്റുകൾ, ബീഹാറിലേക്കുള്ള 4 സീറ്റുകൾ, മഹാരാഷ്ട്രയിലേക്ക് നടക്കുന്ന 5, മണിപ്പൂരിൽ 2, രാജസ്ഥാൻ എന്നിങ്ങനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. എന്തായാലും നമുക്കെടുത്തു പറയേണ്ടത് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ 39 ലോക്സഭാ സീറ്റുകളിലേക്ക് ഒരുമിച്ച് വോട്ടെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ്. സുബി വിശ്വനാഥൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വീണ്ടും സുബിയിലേക്ക് പോകുമ്പോൾ, സുബി നേരത്തെ തന്നെ സൂചിപ്പിച്ചു, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ BJP കുറച്ചുകൂടി പ്രതീക്ഷ വെക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ എന്ന്. ചില സർവേകളിൽ എങ്കിലും 5 സീറ്റുകൾ വരെ നേടിയേക്കാം BJP എന്ന്
പ്രവചനങ്ങളുണ്ട്. പക്ഷേ അപ്പോഴും BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാര്യമായ പ്രകടനം നടത്താൻ പറ്റാത്ത കേവലം 39 സീറ്റുകളിൽ മാത്രം വിജയിക്കാൻ സാധിച്ച ഇടത്താണല്ലോ ഒന്നാം ഘട്ടം നടക്കുന്നത്. എത്രത്തോളം ശക്തമായ പോരാട്ടമാണ് ഈ മണ്ഡലങ്ങളിൽ ഇപ്പോൾ നടക്കുന്നത്? അഭിലാഷ്, ശക്തമായ മത്സരം തന്നെയാണ് ഈ മണ്ഡലങ്ങളിൽ നടക്കുന്നത്. നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ തമിഴ്നാടാണ് ദക്ഷിണേന്ത്യയിൽ BJP ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനം എന്ന് നമുക്ക് പറയാം. നേരത്തെ BJP AIADMKയുമായി ചേർന്നായിരുന്നു മത്സരിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. പ്രത്യേകിച്ചും BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ നേരത്തെ തന്നെ പദയാത്രകളും മറ്റും നടത്തി വലിയ തോതിലുള്ള ഒരു ക്യാമ്പയിനിങ്ങിന് അവിടെ തുടക്കമിട്ടിരുന്നു. അദ്ദേഹം കോയമ്പത്തൂരിൽ നിന്നാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ നരേന്ദ്രമോദി എത്തുകയും വലിയ തോതിലുള്ള പ്രചാരണം നടത്തുകയും ചെയ്തു. റാലികളും റോഡ് ഷോകളുമായി നരേന്ദ്രമോദി എത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് കണ്ടു. വിവിധ ക്ഷേത്രങ്ങളിൽ നമുക്കറിയാം ഒരു 5 തവണയെങ്കിലും പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും BJP പറയുന്ന ഒരു കാര്യം 400 സീറ്റിന് മുകളിൽ ഇത്തവണ നേടാൻ സാധിക്കും എന്നാണ്. അതിൽ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ തമിഴ്നാട്ടിൽ നിന്ന് പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ നിന്ന് ലഭിക്കണം എന്നാണ് BJP ആഗ്രഹിക്കുന്നത്. ആ ഒരു സീറ്റിലേക്ക് എത്താൻ സാധിക്കണമെങ്കിൽ തമിഴ്നാട്ടിൽ മികച്ച വിജയം കൂടിയേ തീരൂ. അതിനുള്ള എല്ലാ തരത്തിലുള്ള പ്രചാരണങ്ങളും പ്രചാരണ പ്രവർത്തനങ്ങളും BJP ആദ്യഘട്ടം മുതൽ തന്നെ തമിഴ്നാട്ടിൽ നടത്തിയിരുന്നു. അതിന്റെ എല്ലാം കൂടി ഒരു വിലയിരുത്തലായിരിക്കും ഇത്തവണ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ ഈ ഒന്നാം ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ മുന്നണിക്ക് ഒരു നേരിയ മുൻതൂക്കം ഉള്ള ഒരു മണ്ഡലങ്ങളിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാണ് ഒരു പ്രത്യേകത. പ്രത്യേകിച്ചും കോൺഗ്രസിന് ഇത്തവണ 25 മണ്ഡലങ്ങളിലെങ്കിലും വിജയിച്ച് കയറാനായാൽ അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് കോൺഗ്രസ് ഉൾപ്പെടെ പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യ മുന്നണിക്ക് അല്പം വിശ്വാസക്കുറവ് ഉണ്ട് എങ്കിൽ പോലും തമിഴ്നാട്ടിൽ വിജയിച്ച് കയറാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷ BJP വെച്ചു പുലർത്തുന്നു. പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ BJP വലിയ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. അഭിലാഷ്, തീർച്ചയായും കോൺഗ്രസ് വലിയ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഉൾപ്പെടെയാണ് ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ 102 സീറ്റുകളിൽ കേവലം 16 സീറ്റുകളിൽ മാത്രമായിരുന്നു കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചത്. അത് 25ലേക്ക് ഉയർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത് എന്നാണ് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും സുവി വിശ്വനാഥൻ റിപ്പോർട്ട് ചെയ്യുന്നത്.